നൂറ്റാണ്ടുകൾ കടന്ന വിശ്വാസത്തിന്റെ കേന്ദ്രമായി ആർത്താറ്റുപള്ളി. കേരള ക്രൈസ്തവ പൈതൃകത്തിന്റെ പ്രമുഖ കേന്ദ്രങ്ങളിലൊന്നായ കുന്നംകുളം ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും വ്യാപാര സാംസ്കാരിക കേന്ദ്രമായി വളർന്നത് വിശ്വാസ ചരിത്രവുമായി ചേർന്നതാണ്. ഈ പാരമ്പര്യത്തിന്റെ തുടക്കം മാർ തോമാസ് ലീഹായുടെ ഭാരതത്തിലെത്തലുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ ചാത്തുകുളങ്ങര പോലുള്ള പ്രദേശങ്ങളിൽ ആദിമ ക്രൈസ്തവ സമൂഹങ്ങൾ രൂപം കൊണ്ടതായി വിശ്വാസ പരമ്പര പറയുന്നു. പിന്നീട് വാസ്കോ ഡ ഗാമയുടെ കേരളത്തിലെത്തലോടെ പോർച്ചുഗീസ് സ്വാധീനം ശക്തമായി. മതപരമായ സംഘർഷങ്ങൾ ഉയർന്നു. ചാത്തുകുളങ്ങരയും സമീപ പ്രദേശങ്ങളും ആക്രമണത്തിനിരയായപ്പോൾ ടിപ്പു സുൽത്താൻ നടത്തിയ ആക്രമണങ്ങളിൽ പഴയ പള്ളികൾ നശിക്കുകയും വിശ്വാസികൾ കുടിയൊഴിയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ശക്തൻ തമ്പുരാൻ നൽകിയ സംരക്ഷണത്തോടെ കുടിയൊഴിഞ്ഞവർ കുന്നംകുളത്ത് വീണ്ടും താമസം ആരംഭിച്ചു. ഇതിനിടെ 1653 നടന്ന കൂനൻ കുരിശ് സത്യം കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ എടുത്ത ഈ സത്യത്തിന് പിന്നാലെ സഭ പുത്തൻ കൂട്ടുകാരും പഴയ കൂട്ടുകാരുമായി വിഭജിക്കപ്പെട്ടു. പുത്തൻ കൂട്ടുകാർ പാശ്ചാത്യ സിറിയൻ ആചാരങ്ങൾ സ്വീകരിച്ച് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പോലുള്ള കേന്ദ്രങ്ങളെ ആധാരമാക്കി വളർന്നു. മറുവശത്ത് പഴയ കൂട്ടുകാർ കത്തോലിക്ക സഭയുമായി ചേർന്ന് കുരിശടി തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിലനിന്നു. സഭാ വിഭജനത്തിന് ശേഷം ആർത്താറ്റുപള്ളി പുത്തൻ കൂട്ടുകാരുടെ പ്രധാന ആത്മീയ കേന്ദ്രമായി ശക്തിപ്പെട്ടു. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ നശിച്ച പള്ളി പിന്നീട് പുനർനിർമ്മിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളായി സിറിയൻ ആരാധനാക്രമങ്ങളും ആചാരങ്ങളും സംരക്ഷിച്ച ഈ പള്ളി പിന്നീട് നിരവധി ഇടവകകളുടെ മാതൃപള്ളിയായി മാറി. പള്ളിയിലെ വിശ്വാസപരമായ ആചാരങ്ങളിൽ പൊതു ഞായർ തിരുനാൾ പ്രധാന സ്ഥാനമാണ് കൈവരിക്കുന്നത്. ഈ ദിനത്തിൽ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തോമാസ് ലീഹ രക്തക്കുരിശ് വിശ്വാസികളുടെ പ്രത്യേക ആരാധനാ കേന്ദ്രമായി മാറുന്നു. ആർത്താറ്റ് ഈ കുന്നിൻ പ്രദേശത്ത് തോമാസ് ലീഹ വന്നതായും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതായും നമ്മളൊക്കെ വിശ്വസിച്ചു പോരുന്നു. ആ വിശ്വാസത്തിൻ്റെ ഒരു തെളിവെന്നോണം പിന്നീട് ഈ കുന്നിൻ പ്രദേശത്ത് കാലികളെ മേയ്ക്കുന്ന സ്ത്രീകൾ അവരുടെ അരിവാള് മൂർച്ച കൂട്ടാനായി കല്ലിന്മേൽ ഉരയ്ക്കുകയും കല്ലിന്മേൽ രക്തം കുരിശാകൃതിയിൽ പൊടിയുകയും ചെയ്തു. ആ രക്തകുരിശുപാറയാണ് ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. മാർ തോമാസ് ലീഹായുടെ പാരമ്പര്യവുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഈ കുരിശ് നൂറ്റാണ്ടുകളായി വിശ്വാസത്തിന്റെ പ്രതീകമായി നിലനിൽക്കുന്നു. അതേസമയം ആർത്താറ്റുപള്ളിയോടനുബന്ധിച്ച് മ്യൂസിയം ഈ സമ്പന്നമായ പൈതൃകത്തിന്റെ തെളിവുകളെ സംരക്ഷിക്കുന്നു. പുരാതന രക്തക്കുരിശ്, ആരാധനോപകരണങ്ങൾ, ശിലാലിഖിതങ്ങൾ, ചരിത്രരേഖകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഈ ശേഖരം കേരളത്തിലെ ക്രൈസ്തവ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ആർത്താറ്റ് ദേവാലയത്തിൽ 2018 ചുഴലിക്കാറ്റിന് ശേഷം പുനരുദ്ധരിക്കപ്പെട്ടതിന് ശേഷം സ്ഥാപിതമായതാണ് ഇവിടുത്തെ മ്യൂസിയം. ആർത്താറ്റിൻ്റെ പൗരാണികതയും ക്രൈസ്തവ വിശ്വാസത്തിലെ ആർത്താറ്റ് ദേവാലയത്തിൻ്റെ പ്രാധാന്യവും എടുത്തു കാണിക്കുന്ന വസ്തുതകൾ സൂക്ഷിക്കുകയും സന്ദർശകർക്ക് കാണാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ പൗരാണികതയും ആർത്താറ്റ് ദേവാലയത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കാനുള്ള ഒരു വലിയ അവസരമാണ് ഈ മ്യൂസിയം സന്ദർശിക്കുന്നതും അതിലെ വസ്തുതകൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. വഴിപാടുകളും ഈ പള്ളിയുടെ പ്രധാന പ്രത്യേകതയാണ്. നേർച്ചകൾ, മെഴുകുതിരി സമർപ്പണം, കുരിശു നേർച്ച തുടങ്ങിയവയ്ക്കായി വിശ്വാസികൾ വലിയ തോതിൽ എത്തുന്നു. പ്രത്യേകിച്ച് പൊതു ഞായർ തിരുനാളിലും വിശുദ്ധ മാതാവിന്റെ പെരുന്നാളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ ആർത്താറ്റ് പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നു. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വിശ്വാസവും പൈതൃകവും സംരക്ഷിച്ച് നിലകൊള്ളുന്ന ആർത്താറ്റ് പള്ളി ഇന്ന് കുന്നംകുളത്തിന്റെ ആത്മാവായി മാറിയിരിക്കുകയാണ്. മതസൗഹാർദ്ദത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും ശക്തമായ പ്രതീകമായി ഈ പള്ളി തുടരുകയാണ്.